26/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ശ്രീമത്തനുസരിച്ച് നടക്കണം. ഇതുതന്നെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥം. ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിലൂടെ ആത്മാവിൻ്റെ ദീപം ജ്വലിക്കുന്നു. ചോദ്യം: പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യാൻ ആർക്കാണ് സാധിക്കുന്നത്? ഉയർന്ന പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: ആരുടെ അറ്റൻഷൻ അഥവാ ബുദ്ധിയോഗം ഒന്നിൽ ആയിരിക്കുന്നുവോ അവർക്ക് തന്നെയാണ് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഉയർന്ന പുരുഷാർത്ഥമാണ് ബാബയുടെ മേൽ പൂർണ്ണമായി ബലിയർപ്പണമാവുക എന്നത്. ബലിയർപ്പണമാകുന്ന കുട്ടികൾ ബാബയ്ക്ക് വളരെ പ്രിയമായി തോന്നുന്നു. ചോദ്യം: സത്യസത്യമായ ദീപാവലി ആഘോഷിക്കുന്നതിനായി പരിധിയില്ലാത്ത ബാബ ഏതൊരു നിർദ്ദേശം നൽകുന്നു? ഉത്തരം: കുട്ടികളെ, പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യൂ. എപ്പോഴാണോ ഇവിടെ പരിധിയില്ലാത്ത രീതിയിൽ പവിത്രമാകുന്നത്, ഇങ്ങനെയുള്ള ഉയർന്ന പുരുഷാർത്ഥം ചെയ്യുന്നത്, അപ്പോൾ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ പോകുവാൻ സാധിക്കും. അതായത് സത്യസത്യമായ ദീപാവലി അഥവാ കൊറോണേഷൻ ഡേ ആഘോഷിക്കുവാൻ സാധിക്കും. ഓം ശാന്തി. കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അഥവാ ഇവിടെ ഇരിക്കുമ്പോൾ ശിരസിൽ ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു പാപമാണോ ഉള്ളത്, ആ പാപങ്ങളുടെ വിനാശം ഓർമ്മയുടെ യാത്രയിലൂടെ ചെയ്യുന്നു. ഇത് ആത്മാവ് അറിയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും പാപം ഇല്ലാതാകും. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നു. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ആരാണോ ശ്രീമത്തിലൂടെ നടക്കുന്നവർ, അവർക്ക് ബാബയുടെ നിർദ്ദേശം നല്ലതായി തന്നെ തോന്നും. പരിധിയില്ലാത്ത പിതാവിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നു. പരിധിയില്ലാത്ത രീതിയിൽ പവിത്രമാകണം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത രീതിയിൽ പവിത്രമാകുവാനാണ്. അത് ആകുന്നത് തന്നെ ഓർമ്മയുടെ യാത്രയിലൂടെയാണ്. ചിലർക്കാണെങ്കിൽ തീർത്തും ഓർമ്മിക്കാനേ സാധിക്കുന്നില്ല. ചിലർ മനസ്സിലാക്കുന്നു, നമ്മൾ ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ പാപം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം തൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവർ ഈ കാര്യങ്ങൾ അറിയുന്നതേയില്ല. നിങ്ങൾക്ക് തന്നെയാണ് ബാബയെ ലഭിച്ചത്. നിങ്ങൾ കഴിയുന്നതേ ബാബയുടെ അടുത്താണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ സന്താനം ആയിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട്. മുൻപ് ആസുരീയ സന്താനമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സംഘം ഈശ്വരീയ സന്താനങ്ങളുമായാണ്. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും, കുസംഗം മുക്കി താഴ്ത്തും എന്ന് പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ. കുട്ടികൾ അടിക്കടി ഇത് മറന്നുപോകുന്നു. നമ്മൾ ഈശ്വരീയ സന്താനമാണ്. അപ്പോൾ നമുക്ക് ഈശ്വരീയ മതത്തിലൂടെ തന്നെയാണ് നടക്കേണ്ടത്. തൻ്റെ മന്മത്തനുസരിച്ചല്ല. മന്മത്ത് എന്ന് മനുഷ്യ മതത്തെയാണ് പറയുന്നത്. മനുഷ്യമതം ആസുരീയം തന്നെയാണ്. ഏതു കുട്ടികൾ തങ്ങളുടെ മംഗളം ആഗ്രഹിക്കുന്നു, അവർ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. സദോ പ്രധാനം ആകുന്നതിനു വേണ്ടി. സദോ പ്രധാനത്തിന് മഹിമയുമുണ്ട്. നമ്മൾ സുഖധാമത്തിൻ്റെ അധികാരി നമ്പർ വൈസായി ആകുന്നു എന്നത് തീർച്ചയായും അറിയുന്നുണ്ട്. എത്രത്തോളം ശ്രീമത്തിലൂടെ നടക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. എത്രത്തോളം തൻ്റെ മതമനുസരിച്ച് നടക്കുന്നുവോ അപ്പോൾ പദവി ഭ്രഷ്ടമായി പോകും. സ്വന്തം മംഗളത്തിന് വേണ്ടി ബാബയുടെ ഡയറക്ഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇതും പുരുഷാർത്ഥമാണ്. ആര് എത്ര ഓർമ്മിക്കുന്നുവോ അപ്പോൾ അവരുടെ പാപം ഇല്ലാതാകുന്നു. ഓർമ്മയുടെ യാത്രയില്ലാതെ പവിത്രമാകുവാൻ സാധിക്കില്ല. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഈ ചിന്ത വയ്ക്കണം.
കുട്ടികളായി നിങ്ങൾക്ക് എത്ര വർഷങ്ങളായി ശിക്ഷണം ലഭിച്ചിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ വളരെ അകലെയാണ് എന്ന് വിചാരിക്കുന്നു. ഇത്രത്തോളം ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. സതോപ്രധാനമാകുന്നതിന് വളരെയധികം ടൈം എടുക്കും. ഇതിനിടയിൽ ശരീരം വെടിയുകയാണെങ്കിൽ കൽപ്പാന്തരങ്ങളിലേക്ക് കുറഞ്ഞ പദവിയായി പോകും. ഈശ്വരൻ്റേതായിരിക്കുകയാണ്. അപ്പോൾ ആ ഒന്നിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബുദ്ധി ഒരു ഭാഗത്ത് തന്നെ നിലനിൽക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ശ്രീമത്ത് ലഭിക്കുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ വളരെയധികം ചതിക്കപ്പെടും. നടക്കുന്നുണ്ടോ അതോ ഇല്ലയോ അത് നിങ്ങൾക്കും അറിയാം, ശിവ് ബാബയ്ക്കും അറിയാം. നിങ്ങളെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നവൻ ആ ശിവ് ബാബയാണ്. ദേഹധാരികളെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നു. ഇദ്ദേഹവും ദേഹധാരിയാണ്. ഇദ്ദേഹത്തെ ശിവ് ബാബ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. കുട്ടികൾക്ക് തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. മുഖ്യമായ കാര്യമാണ് പതീതരെ പാവനമാക്കുന്നതിൻ്റേത്. പൊതുവെ ലോകത്തിൽ പാവനമായവർ വളരെയധികമുണ്ട്. സന്യാസിമാരും പവിത്രമായിരിക്കുന്നു. അവർ ഒരു ജന്മത്തേക്ക് പാവനമാകുന്നു. അതേപോലെ വളരെ പേർ ഈ ജന്മത്തിൽ ബാലബ്രഹ്മചാരിയായി കഴിയുന്നു. അവർക്ക് ലോകത്തിന് പവിത്രതയുടെ സഹായം നൽകാൻ സാധിക്കില്ല. സഹായമാകുന്നത് ശ്രീമത്തിലൂടെ പാവനമാവുകയും ലോകത്തെ പാവനമാക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ ആസുരീയ മതമനുസരിച്ച് നടന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സുഖധാമത്തിൻ്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ഇത് ബ്രഹ്മാവിൻ്റെ മതമല്ല. ഇദ്ദേഹം പുരുഷാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ പുരുഷാർത്ഥം തീർച്ചയായും ഇത്രയും ഉയർന്നതാണ്. അതിനാലാണ് ലക്ഷ്മി നാരായണൻ ആകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടി വരും, മന്മത്തനുസരിച്ചല്ല. തൻ്റെ ആത്മാവിൻ്റെ ജ്യോതിയെ ജ്വലിപ്പിക്കണം. ഇപ്പോൾ ദീപാവലി വരുന്നു. സത്യയുഗത്തിൽ ദീപാവലി ഉണ്ടായിരിക്കുകയില്ല. കേവലം കൊറോണേഷനാണ്. പിന്നെ ആത്മാക്കൾ സതോപ്രധാനമാകുന്നു. ഈ ദീപാവലി ആഘോഷിക്കുന്നത് അസത്യമായതാണ്. പുറമേ ദീപം തെളിയിക്കുന്നു. അവിടെയാണെങ്കിൽ ഓരോ വീട്ടിലും ദീപം ജ്വലിച്ചിരിക്കുകയാണ്. അതായത് എല്ലാവരുടെയും ആത്മാവ് സതോപ്രധാനമായി നിലകൊള്ളുന്നു. 21 ജന്മങ്ങളിലേക്ക് ജ്ഞാനത്തിൻ്റെ നെയ് ഒഴിക്കപ്പെടുന്നു. പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു ഈ സമയത്ത് മുഴുവൻ ലോകത്തിൻ്റെയും ജ്യോതി അണഞ്ഞിരിക്കുകയാണ്. ഇതിൽ വിശേഷിച്ച് ഭാരതവാസികളുടെയും പൊതുവെ ലോകത്തിൻ്റെയും. ഇപ്പോൾ എല്ലാവരും പാപാത്മാക്കളാണ്. എല്ലാവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. എല്ലാവർക്കും കണക്കുകൾ സമാപ്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് നേടുന്നത്. രാവണ രാജ്യത്തിൽ ശിവബാബയുടെ വളരെയധികം അവജ്ഞ ചെയ്തു. ഇപ്പോഴും ആ ഒന്നിൻ്റെ ആജ്ഞയിലൂടെ നടക്കുകയില്ലെങ്കിൽ വളരെയധികം ചതിക്കപ്പെടും. ആ ഒന്നിനെ തന്നെയാണ് വിളിച്ചത്, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന്. ഇപ്പോൾ തൻ്റെ മംഗളം ചെയ്യുന്നതിനായി ശിവബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വളരെയധികം അമംഗളമുണ്ടാകും. മധുരമധുരമായ കുട്ടികൾ ഇതും അറിയുന്നുണ്ട്. ശിവബാബയുടെ ഓർമ്മ കൂടാതെ നമുക്ക് സമ്പൂർണ്ണ പാവനമാകുവാൻ സാധിക്കില്ല. ഇത്രയും വർഷമായിട്ടും നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ ധാരണ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സ്വർണത്തിൻ്റെ പാത്രത്തിൽ മാത്രമേ ധാരണ ഉണ്ടാകൂ. പുതിയ കുട്ടികൾ എത്ര സർവീസബിൾ ആകുന്നു. നോക്കൂ എത്ര വ്യത്യാസമാണുള്ളതെന്ന്. പഴയ കുട്ടികൾ പുതിയവർ ഇരിക്കുന്ന അത്രയും ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നില്ല.
ശിവ് ബാബയുടെ ചില നല്ല ഓമന സന്താനങ്ങൾ വരുന്നു. എത്ര സർവീസ് ചെയ്യുന്നു. ശിവ് ബാബയ്ക്ക് പിന്നാലെ ആത്മാവിനെ ബലിയർപ്പണം ചെയ്തതുപോലെയാണ്. ബലിയർപ്പണം ചെയ്യുന്നതിലൂടെ പിന്നെ എത്ര സർവീസും ചെയ്യുന്നു. എത്ര പ്രിയവും മധുരവുമായി തോന്നുന്നു. ബാബയെ സഹായിക്കുന്നത് തന്നെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിലൂടെയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും. വിളിച്ചത് തന്നെ എന്നെ വന്ന് പാവനമാക്കൂ എന്നാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ദേഹത്തിൻ്റെ സംബന്ധങ്ങളെല്ലാം ത്യാഗം ചെയ്യേണ്ടി വരും. ഒരു ബാബയെ അല്ലാതെ മിത്രസംബന്ധികളുടെയും മറ്റും ഓർമ്മ ഉണ്ടായിരിക്കരുത്. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നത്. ഓർമ്മിക്കുകയില്ലെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഇത് ബാബ്ദാദയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കുട്ടികളായ നിങ്ങളും അറിയുന്നുണ്ട്. പുതിയവർ വരുന്നു, ദിനം പ്രതിദിനം നന്നായിക്കൊണ്ടിരിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് നന്നാകുന്നത്. ക്രോധത്തിൻ്റെ മേലും പുരുഷാർത്ഥം ചെയ്ത് ജയം നേടുന്നു. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു. മോശമായവ നീക്കം ചെയ്തുകൊണ്ടിരിക്കൂ. ക്രോധവും വളരെ മോശമായതാണ്. തൻ്റെ ഉള്ളിനെയും കത്തിക്കുന്നു, മറ്റുള്ളവരെയും കത്തിക്കുന്നു. അതും നീക്കം ചെയ്യണം. കുട്ടികൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ പദവി കുറഞ്ഞു പോകുന്നു. ജന്മജന്മാന്തരങ്ങളിലേക്ക്, കൽപ്പകൽപ്പാന്തരങ്ങളിലേക്ക് നഷ്ടം ഉണ്ടാകുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, അത് ഭൗതിക പഠനമാണ്, ഇത് ആത്മീയ പഠനമാണ്. ഇത് ആത്മീയ പിതാവ് പഠിപ്പിക്കുന്നു. ഓരോ പ്രകാരത്തിലുമുള്ള സുരക്ഷയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വികാരികൾക്ക് ഇവിടെ ഉള്ളിൽ മധുബനിൽ വരാൻ സാധിക്കില്ല. രോഗാവസ്ഥയിലോ മറ്റോ ആണെങ്കിൽ പോലും വികാരികളായ മിത്രസംബന്ധികൾ വരികയാണെങ്കിൽ ഇതും നല്ലതല്ല. നമ്മൾ ഇഷ്ടപ്പെടുകയുമില്ല. അല്ലാത്ത പക്ഷം അന്തിമ കാലത്തിൽ ആ മിത്രസംബന്ധികൾ തന്നെ ഓർമ്മ വരും. പിന്നെ അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബയാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ആരുടെയും ഓർമ്മ വരരുത്. നമ്മൾ രോഗാവസ്ഥയിലാണ്, അതിനാൽ മിത്രസംബന്ധികളും മറ്റും കാണുന്നതിന് വേണ്ടി വന്നുകൊള്ളട്ടെ എന്നത് പാടില്ല. അരുത്. അവരെ വിളിക്കുന്നത് നിയമമല്ല. നിയമാനുസൃതം നടക്കുന്നതിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം വെറുതെ തനിക്ക് തന്നെ നഷ്ടം വരുത്തി വയ്ക്കുകയാണ്. എന്നാൽ തമോപ്രധാന ബുദ്ധികൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഈശ്വരൻ നിർദ്ദേശം നൽകുന്നു, എന്നിട്ടും നന്നാകുന്നില്ല. വളരെ സൂക്ഷിച്ചു നടക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഹോളിയസ്റ്റ് ഓഫ് ഹോളി സ്ഥാനമാണ്. പതിതർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. മിത്രസംബന്ധികളും മറ്റും ഓർമ്മ ഉണ്ടായിരിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് തീർച്ചയായും അവർ ഓർമ്മ വരും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തനിക്ക് തന്നെ നഷ്ടം വരുത്തി വയ്ക്കുന്നു. ശിക്ഷയ്ക്ക് നിമിത്തമായി മാറുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തതിലൂടെ വലിയ ദുർഗതി ഉണ്ടാകുന്നു. സർവീസിന് യോഗ്യമാകാൻ സാധിക്കില്ല. എത്ര തന്നെ തലയിട്ടടിച്ചാലും സർവീസിന് യോഗ്യമാവുക സാധ്യമല്ല. അവജ്ഞ ചെയ്തുവെങ്കിൽ കല്ല് ബുദ്ധിയായി മാറുന്നു. ഉയരങ്ങളിൽ കയറുന്നതിന് പകരം താഴെ വീണുപോകുന്നു. ബാബ പറയും, കുട്ടികൾ ആജ്ഞാകാരി ആകേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ലൗകിക പിതാവിൻ്റെ അടുത്തും 4-5 കുട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷേ അവരിൽ ആരാണോ ആജ്ഞാകാരി ആയിരിക്കുന്നത് ആ കുട്ടികളായിരിക്കും പ്രിയമായി തോന്നുന്നത്. ആര് ആജ്ഞാകാരി അല്ലയോ അവർ ദുഃഖം തന്നെയായിരിക്കും നൽകുക. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വളരെ വലിയ 2 പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. അവരുടെ അവജ്ഞ ചെയ്യരുത്. അവജ്ഞ ചെയ്യുകയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിൽ, കൽപ്പകൽപ്പാന്തരങ്ങളിൽ വളരെയധികം കുറഞ്ഞ പദവി നേടും. അന്തിമത്തിൽ ഒരേ ഒരു ശിവ് ബാബയുടെ ഓർമ്മ വരും വിധത്തിലുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബാബ പറയുന്നു, എനിക്ക് അറിയാൻ സാധിക്കും ഓരോരുത്തരും എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യുന്നതെന്ന്. ചിലരാണെങ്കിൽ വളരെ കുറച്ചാണ് ഓർമ്മിക്കുന്നത്.
പിന്നെ തൻ്റെ മിത്രസംബന്ധികളെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത്രയും സന്തോഷത്തിലിരിക്കാൻ സാധിക്കില്ല. ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ദിവസവും സദ്ഗുരുവാറാണ്. ബൃഹസ്പതിയുടെ ദിവസത്തിൽ കോളേജിൽ ഇരിക്കുന്നു. അത് ഭൗതിക വിദ്യയാണ്, ഇത് ആത്മീയ വിദ്യയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ശിവബാബ നമ്മുടെ പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. അപ്പോൾ ആ ഒന്നിൻ്റെ ഡയറക്ഷനിലൂടെ നടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നത്. ആരാണോ പുരുഷാർത്ഥി, അവരുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. കാര്യം ചോദിക്കുകയേ വേണ്ട. സന്തോഷമുണ്ടെങ്കിൽ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. നോക്കൂ, പുത്രിമാർ എത്ര പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു, ദിനരാത്രം. കാരണം ഇത് വണ്ടർഫുൾ ജ്ഞാനമാണല്ലോ. ബാബ്ദാദയ്ക്ക് ദയ തോന്നുന്നു. പല കുട്ടികളും അറിവില്ലായ്മ കാരണം എത്ര നഷ്ടമുണ്ടാകുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് ഉള്ളിൽ വളരെയധികം കത്തുന്നു. ക്രോധത്തിൽ മനുഷ്യർ ചെമ്പ് പോലെ ചുമക്കുന്നു. ക്രോധം മനുഷ്യനെ കത്തിക്കുന്നു. കാമം കറുപ്പാക്കി മാറ്റുന്നു. മോഹത്തിൽ അഥവാ ലോഭത്തിൽ ഇത്രയും കത്തുന്നില്ല, ക്രോധത്തിൽ കത്തുന്നു. ക്രോധത്തിൻ്റെ ഭൂതം വളരെ പേരിലുണ്ട്. എത്ര അടികൂടുന്നു. അടികൂടുന്നതിലൂടെ തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കുകയാണ്. നിരാകാരൻ്റെയും സാകാരത്തിൻ്റെയും രണ്ടുപേരുടെയും അവജ്ഞ ചെയ്യുന്നു. ബാബ മനസ്സിലാക്കുന്നു, ഇവർ കുപുത്രരാണ്. പ്രയത്നിക്കുകയാണെങ്കിൽ ഉയർന്ന പദവി നേടും. അപ്പോൾ തൻ്റെ മംഗളത്തിന് വേണ്ടി എല്ലാ സംബന്ധങ്ങളും മറക്കേണ്ടതുണ്ട്. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. വീട്ടിലിരിക്കവേ സംബന്ധികളെ കാണുമ്പോഴും ശിവ് ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ തൻ്റെ പുതിയ വീടിനെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ. ഇത് പരിധിയില്ലാത്ത പഠനമാണല്ലോ. ബാബ ശിക്ഷണം നൽകുന്നു. ഇതിൽ കുട്ടികൾക്ക് തന്നെയാണ് നേട്ടം. ചില കുട്ടികൾ തൻ്റെ തെറ്റായ രീതിയിലുള്ള പെരുമാറ്റം കാരണം വെറുതെ തനിക്ക് തന്നെ നഷ്ടം വരുത്തിവെക്കുന്നു. പുരുഷാർത്ഥം ചെയ്യുന്നത് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മായയാകുന്ന പൂച്ച കാത് മുറിക്കുന്നു, കൗശലം പ്രയോഗിക്കുന്നു എന്നർത്ഥം. ജന്മമെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ പദവി നേടും എന്ന് പറയുന്നു. പക്ഷേ മായയാകുന്ന പൂച്ച നേടാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പദവി ഭ്രഷ്ടമായി പോകുന്നു. മായ വളരെ ശക്തമായി യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ വരുന്നത് രാജ്യം നേടുന്നതിനു വേണ്ടിയാണ്. എന്നാൽ മായ വിഷമിപ്പിക്കുന്നു. ബാബയ്ക്ക് ദയ തോന്നുന്നു. പാവം ഉയർന്ന പദവി നേടിയെങ്കിൽ നന്നായിരുന്നു. എൻ്റെ നിന്ദ ചെയ്യിക്കുന്നവർ ആകാതിരിക്കട്ടെ. സദ്ഗുരുവിൻ്റെ നിന്ദകൻ ലക്ഷ്യസ്ഥാനം നേടില്ല. ആരുടെ നിന്ദകൻ? ശിവ് ബാബയുടെ. ബാബയുടെ നിന്ദ ഉണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്താൻ പാടില്ല. ഇതിൽ അഹങ്കാരത്തിൻ്റെ കാര്യമേ ഇല്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ മംഗളത്തിനു വേണ്ടി ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും മറക്കണം. അവരോട് പ്രീതി വയ്ക്കരുത്. ഈശ്വരൻ്റെ തന്നെ മതത്തിലൂടെ നടക്കണം, തൻ്റെ മതത്തിലൂടെ അല്ല. കുസംഗത്തിൽ നിന്നും രക്ഷിക്കണം, ഈശ്വരീയ സംഘത്തിൽ ഇരിക്കണം. ക്രോധം വളരെ മോശമായ ഒന്നാണ്. ഇത് സ്വയം തന്നെ കത്തിക്കുന്നു. ക്രോധത്തിന് വശപ്പെട്ട് അവജ്ഞ ചെയ്യരുത്. സന്തോഷമായിരിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സ്നേഹത്തിൻ്റെ റിട്ടേണായി സ്വയം തന്നെ ടേൺ ചെയ്ത് ബാബയ്ക്ക് സമാനമാകുന്ന സമ്പന്നവും സമ്പൂർണവുമായി ഭവിക്കട്ടെ. സ്നേഹത്തിൻ്റെ അടയാളം ഇതാണ്. അവർക്ക് സ്നേഹിയുടെ കുറവിനെ കാണാൻ സാധിക്കില്ല. സ്നേഹിയുടെ തെറ്റിനെ സ്വന്തം തെറ്റായി കണക്കാക്കും. ബാബ എപ്പോഴെങ്കിലും കുട്ടികളുടെ ഏതെങ്കിലും കാര്യം കേൾക്കുമ്പോൾ ഇത് എൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു.
ബാബ കുട്ടികളെ തനിക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി കാണാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ റിട്ടേണായി സ്വയം തന്നെ ടേൺ ചെയ്യൂ. ഭക്തരാണെങ്കിൽ ശിരസ് മുറിച്ചു വയ്ക്കാൻ പോലും തയ്യാറാണ്. താങ്കൾ ശരീരത്തിൻ്റെ ശിരസ് മുറിക്കേണ്ടതില്ല, എന്നാൽ രാവണന്റെ ശിരസ് മുറിക്കൂ. സ്ലോഗൻ: തൻ്റെ ആത്മീയ വൈബ്രേഷൻസിലൂടെ ശക്തിശാലി വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠ സേവനമാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. സ്വയം ദേഹത്തിൽ നിന്നും വേറിട്ട ശക്തിയായ ആത്മാവാണ് ഞാൻ എന്ന് നിശ്ചയം വരുത്തൂ. സ്വയം തന്നോട് തന്നെ സംസാരിക്കൂ. ഞാൻ ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്. തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എൻ്റെ നിജ സ്വഭാവം ശാന്തിയാണ്. എൻ്റെ നിജധാമം ശാന്തിയുടെ ധാമമാണ്. ഞാൻ ആത്മാവ് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആ ശാന്തിധാമത്തിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പരമപിതാവായ ശിവപരമാത്മാവിൻ്റെ ദിവ്യ നിവാസസ്ഥാനമായ ശാന്തിധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ശാന്തി സാഗരമായ ശിവപരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ ശാന്തി സാഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ പ്രാപ്തമാക്കി ശാന്തിയുടെ നിറവിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി ഞാൻ അനുഭവിക്കുന്നു.
ശാന്തിയുടെ സാഗരമായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശാന്തിയുടെ ശക്തിയുടെ എത്ര സുന്ദരമായ അനുഭവം ഉണ്ടാവുകയാണ്. എനിക്ക് നാല് ചുറ്റിലും ശാന്തി തന്നെ ശാന്തിയാണ്. പ്രകാശം തന്നെ പ്രകാശമാണ്. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആത്മ അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ ശാന്തിയുടെ ദിവ്യ അനുഭവം നേടിക്കൊണ്ട് ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് എൻ്റെ ഓരോ കർമ്മവും ശാന്തിയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഓരോ കർമ്മവും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ കാര്യവും സഫലമാകുന്നു, സാർത്ഥകമാകുന്നു, ശ്രേഷ്ഠമാകുന്നു.